വൈദ്യുതി ബിൽ ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലോഡ് ഷെഡിംഗും ഉണ്ടാവില്ല. വൈദ്യുതി കമ്പനികൾക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ട്. അത് നിരക്ക് വർദ്ധിപ്പിക്കാതെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നും മന്ത്രി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 ഫോണുകൾ കണ്ടെത്തിയത്. ന്യൂ ബ്ലോക്കിന് സമീപം ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണുകൾ. ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മുന്നണി ബന്ധത്തെ പിടിച്ചുലച്ച് CPI. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ CPMനെ കടന്നാക്രമിച്ചതിന് പിന്നാലെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും CPI. ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് വിമർശനം. കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടായെന്ന CPMന്റെ പ്രചരണത്തോട് CPIക്ക് യോജിപ്പില്ലെന്നും റിപ്പോർട്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സന എന്ന സ്വകാര്യ ബസ്സാണ് കത്തിയത്. അപകടത്തിൽ ആളപായമില്ലെന്ന് വിവരം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. അരീക്കോട് കാരിപ്പറമ്പ് സ്വദേശിയുടേതാണ് വാഹനം. കാർ പലതവണ തലക്കീഴായി മറിഞ്ഞു വീണു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചടിക്കാൻ സർക്കാർ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി. തിരിച്ചടി എങ്ങനെ വേണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസവും രാഷ്ട്രീയ ദിശാബോധവും വ്യക്തതയും ആദ്യമായിട്ടാണ് നേരിൽ കണ്ടതെന്നും ജനറൽ ദ്വിവേദി.